ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്യണം. എന്നാലേ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സമൂസയാണ്. അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ ഓയിൽ, അത് എന്ത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം, വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ എന്ത് വേണമെങ്കിലും ഒഴിക്കാം, നെയ്യ് വേണമെങ്കിലും ഒഴിക്കാം. ഞാനത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത്തിരി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചപ്പാത്തി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മതി. ആ ഒരു മാവിൻ്റെ മയം കിട്ടണ വരെ നമുക്കിങ്ങനെ എന്താ പറയുക മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഇടിച്ച് പരത്തിയെടുക്കാം. നന്നായിട്ട് സോഫ്റ്റായി വരുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് പുരട്ടി വെക്കാം, അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണിയിട്ട് മൂടി വെക്കാം. ഇനി ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് 1 ക്യാരറ്റ്, 1 ബീറ്റ്റൂട്ട്, 3 ഉരുളൻകിഴങ്ങ് ഇത്ര എടുത്തൊന്ന് വേവിക്കാൻ വെക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ച് 1 വിസിൽ കേൾപ്പിച്ചാലും മതി. ഞാനിത് അടപ്പത്ത് പാത്രത്തിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കുക. ഇനി നമ്മൾ ചെയ്ത് വെച്ചേക്കണ മാവ് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതാക്കി എടുത്താൽ മതി, അല്ലെങ്കിൽ പരത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ നീളത്തിലാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നീളം കൂടിയ സർഫേസ് വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നല്ല തിന്നായിട്ട് വരണം. കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ കൈ കാണണം അടിയിൽ, അത്രയും തിന്നാവണം. ഇനി നമ്മൾ ഈ പരത്തിയത് ഒരു ഇത്തിരി നേരം ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അത് നമ്മൾ സമൂസയുടെ ഷേപ്പിലാക്കി എടുക്കുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു പൊള്ളൽ പോലെ ഇങ്ങനെ പൊങ്ങി വരില്ലേ, അങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് ആയാൽ മതി. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. കൂടുതൽ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മടക്കാൻ ബുദ്ധിമുട്ടായി പോകും. മടക്കുമ്പോൾ പൊട്ടിപ്പോവും. ഇങ്ങനെ കൂടുതൽ മുരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് അപ്പുറം ഇപ്പുറം മറിച്ച് ഇട്ടെടുക്കുക. ഇനി ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് സവാളയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയിൽ കുറച്ച് ഉപ്പിട്ട് വഴറ്റിക്കോട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാനുണ്ട്. അരിഞ്ഞു വെച്ചേക്കണ പച്ചമുളക് ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായി, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് വേവിച്ച് വെച്ചേക്കണ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കുക. നമ്മളിതിൽ മുളക് പൊടി ഇടണില്ല, പകരം കുരുമുളക് പൊടിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ എരിവ് മതി. നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടി, ഈ മസാല എല്ലാത്തിലും പിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. നിങ്ങൾ കുക്കറിലാണ് വെച്ചേക്കണമെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടാവും. അത് അങ്ങനെ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി വെള്ളം ഉണ്ടാവുമല്ലോ ഒത്തിരി, അതങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കിയതുകൊണ്ട് അതിൻ്റെ വെള്ളം വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത്തിരി ഒന്നും കൂടി വേവിക്കണം. അത് തന്നെ നന്നായിട്ട് വെന്തിട്ടും ഉണ്ടായില്ല. ഇനിയിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ബാക്ക് വെച്ചിട്ട് നിങ്ങൾക്കൊന്നും ഇത് മാഷ് ചെയ്ത് കൊടുക്കാം. മാഷറില്ലെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെയാണ് ഞാനിപ്പോൾ മാഷ് ചെയ്ത് വെച്ചേക്കണത്. ഇനി 1-2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കലക്കി വെക്കുകയാണ്. ഇനി ഓരോ ഷീറ്റും എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് വെജിറ്റബിൾസ് വെച്ചിട്ട് ഈ മൈദ കലക്കി വെച്ചേക്കണത് കൊണ്ട് നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എല്ലായിടത്തും ആ ഫോൾഡിങ് വരണ ആ ഭാഗത്തെല്ലാം ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതൊരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിലാക്കാൻ അടിഭാഗത്തും നമുക്ക് ഒട്ടിച്ചിട്ട് പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഹെൽത്തിയോ. അപ്പോൾ ഞാൻ സൈഡ് വെട്ടി കൊടുക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് വെട്ടി കൊടുക്കേണ്ടി വന്നത്.
നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് സൈഡ് വെട്ടി കൊടുക്കുകയാണെങ്കിൽ, ഷേപ്പ് അല്ലാത്തൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ സമയത്ത് വെട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. വലുതുണ്ടെങ്കിൽ നമുക്കൊന്ന് മുറിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. ഇനി നമ്മൾ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കുകയാണ്. എണ്ണ ഒന്ന് തിളയ്ക്കുമ്പോൾ ഓരോരോ സമൂസ ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇപ്പം ഞാൻ അറ്റ് എ ടൈം 3 സമൂസയാണ് ഇടുന്നത്. ഈ ഷീറ്റ് ഉണ്ടാക്കി ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ എളുപ്പം സമൂസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു സൈഡ് കളർ വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ, ഗോൾഡൻ യെല്ലോ, അതാണ് കളറ്. ഇപ്പോൾ നമ്മളിത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമൂസയാണ്. ഇത് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുകയും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.